BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. 3 മാസമായി റാം ഒളിവിലാണെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, ഈ അന്വേഷണ സംഘത്തിന് സർക്കാരിനൊക്കെ വലിയ നാണക്കേടാണ്. 3 മാസമായി ഒരു അധ്യാപകൻ ഒളിവിൽ കഴിയുകയാണ്, അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ശ്രീജ, ഈ സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഡോക്ടർ MK റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിയത്. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നായിരുന്നു ഈ റാമിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ജാതി അധിക്ഷേപം നടന്നിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ തെളിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നും ഈ അഭിഭാഷകൻ കോടതിയിൽ പറയുകയും ചെയ്തു. പക്ഷേ കോടതി ഇന്ന് റാമിൻ്റെ ഈ പെരുമാറ്റത്തെ, അതായത് റാം ഈ നിതിൻ രാജിനോട് നടത്തിയ പെരുമാറ്റത്തെ സംബന്ധിച്ച് നിശ്ചിതമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഈ വിദ്യാർത്ഥികളുടെ ഈ ഭാവി കണക്കിലെടുത്തുകൊണ്ടുള്ള പെരുമാറ്റവും ആയിരുന്നു ഈ അഭിഭാഷകന്റെ ഈ റാമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റമാണോ അധ്യാപകർ വിദ്യാർത്ഥികളോട് കാണിക്കേണ്ടതെന്നായിരുന്നു ബെഞ്ചിലെ അംഗമായിരുന്ന ജസ്റ്റിസ് സന്ദീപ് മേത്ത ആരാഞ്ഞത്. സഹപാഠികൾക്ക് മുന്നിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയെ അപമാനിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മനോവിഷമം എത്രത്തോളമാണ് എന്ന് ഊഹിക്കാമോ എന്നും കോടതി ചോദിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ചെയ്ത പ്രവൃത്തിയുടെ കോൺസിക്വൻസസ് ഈ റാം തിരിച്ചറിയേണ്ടതാണ് എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. തുടർന്ന് റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞത് കഴിഞ്ഞ 3 മാസമായി ഡോക്ടർ റാം ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, അദ്ദേഹം ഒളിവിൽ കഴിയുന്നു എന്ന കാര്യവും സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ റാമിനെ സംബന്ധിച്ചിടത്തോളം ഇനി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക പോംവഴി. അത് എപ്പോൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. ശ്രീജ.